കേരളത്തിനടുത്തായിട്ടും പലരും ഇന്നും പൂർണ്ണമായി കണ്ടുപിടിക്കാത്ത ഒരു സ്വർഗമുണ്ട്. സെവൻത് ഹെവൻ എന്നറിയപ്പെടുന്ന വാൽപ്പാറ. ഇതൊരു സ്ഥലമല്ല, ഓരോ ഹെയർ പിൻ ബെൻഡുകളും ഓരോ കാഴ്ചയാണ്. ഓരോ കാഴ്ചയും ഒരു ഓർമ്മയാണ്. മറ്റൊരു കാര്യം കൂടെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം കൂടിയാണിത്. ഓരോ സ്വർഗത്തിന് പിന്നിലും ഓരോ അപകടങ്ങളുണ്ട്. സ്വർഗം കാണാൻ പോകുന്ന മനോഹരം തന്നെ, പക്ഷെ അതിന്റെ കാലാവസ്ഥയും സേഫ്റ്റിയും നോക്കി മാത്രം കാണാൻ പോവുക, അല്ലെങ്കിൽ പല അപകടങ്ങളും നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തും. ഇനി കഥയിലേക്ക്. തമിഴ്നാട് ആനമല മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹിൽ സ്റ്റേഷൻ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടി ഉയരത്തിലാണ്. പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള 40 ഹെയർപിൻ ബെൻഡുകൾ. ഓരോ വളവും നിങ്ങളെ കൂടുതൽ പ്രകൃതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മാത്രമല്ല, ഓരോ വളവും ഓരോ വന്യജീവികൾ വസിക്കുന്ന സ്ഥലം കൂടിയാണ്. ഓരോ വളവിലും ഓരോ വന്യമൃഗങ്ങളുടെ ബോർഡും കാണാം. ശ്രദ്ധിച്ചു പോവാൻ വേണ്ടിയാണിത്. യാത്രകൾ എപ്പോഴും മനോഹരമായിട്ടുള്ളതല്ല, അതിന് അതിൻ്റെതായ റിസ്ക്കുമുണ്ട്. കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ കൂടുതൽ മനോഹരമായ സ്വർഗങ്ങൾ കാണാൻ കഴിഞ്ഞേക്കാം, പക്ഷെ അതിന് അതിൻ്റെതായ അപകട സാധ്യതകളുമുണ്ട്. ഇവിടുത്തെ പച്ചപ്പാർന്ന ചായത്തോട്ടങ്ങൾ, തണുത്ത കാറ്റ്, മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന റോഡുകൾ, ഇതെല്ലാം ചേർന്നാണ് വാൽപ്പാറയെ ഒരു സ്വർഗമാക്കുന്നത്. നല്ലമുടി വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ മലകളും താഴ്വാരങ്ങളും മേഘങ്ങളും ചേർന്ന് അതിമനോഹരമായ കാഴ്ച കാണാം. ചിലപ്പോഴൊക്കെ ഞാൻ സ്വപ്നത്തിലാണെന്ന് തോന്നിപ്പോകാറുണ്ട്. ഇവിടെയുള്ള ഷോളയാർ ഡാം, മാളയാർ ഡാം വ്യൂ പോയിന്റ്, ആനമല ടൈഗർ റിസർവ് എന്നിവ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ റോഡരികിലൂടെ നടക്കുന്ന ആനകളെയും അപൂർവമായ സിംഹവാലൻ കുരങ്ങുകളും കാട്ടാടുകളെയും കാട്ടുപോത്തും കാണാൻ സാധിക്കും. ശാന്തതയെ സ്നേഹിക്കുന്നവർക്കും പ്രകൃതിയെ ആസ്വദിക്കുന്നവർക്കും ഫോട്ടോഗ്രാഫിക്കും ബൈക്ക് റൈഡർമാർക്കും വാൽപ്പാറ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. ചില സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പോകുന്നതല്ല, നമ്മൾ വീണ്ടും കണ്ടെത്താൻ പോകുന്നതാണ്. പ്രകൃതിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ മനസ്സിലെ ശബ്ദങ്ങൾ പതിയെ നിശബ്ദമാകും. ജീവിതം എത്ര തിരക്കായാലും പ്രകൃതി ഒരിക്കലും നമ്മൾ തിരക്കിൽ കാണുന്നില്ല, അത് എപ്പോഴും നമ്മളെ കാത്തിരിക്കുന്നു. വാൽപ്പാറ, ഇവിടെ കാഴ്ചകൾ ക്യാമറയിൽ പതിയും, പക്ഷേ അനുഭവങ്ങൾ മനസ്സിൽ എന്നേക്കുമായി ജീവിക്കും. Sometimes the best therapy is the road, mountain and silence of nature. Signing off, it's me Srinath. Until the next journey, keep exploring and bye.